വീടുകളും വലിയ വലിയ കെട്ടിടങ്ങളുമൊക്കെ ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തി നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഭൂതത്വം എന്ന് പറയുന്നത് വീടിന്റെ അടിത്തറയെ സ്ഥിരതയൊക്കെ നമ്മൾ നോക്കും. അതുപോലെ ജലതത്വം, ജലസ്രോതസ്സുകൾ എവിടൊക്കെയാണ് വെക്കേണ്ടത്, അഗ്നിതത്വം, സൂര്യപ്രകാശം, ഊർജ്ജവും ഒക്കെ നമ്മുടെ വീട്ടിൽ എവിടെയാണ് ക്രമീകരിക്കേണ്ടത്, വായു സഞ്ചാരവും വെളിച്ചവും, പിന്നെ വീടിനുള്ളിലെ ശൂന്യമായ സ്ഥലവും ഊർജ്ജപ്രവാഹവും, ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ നമ്മൾ ക്രമീകരിക്കണം. 8 ദിക്കുകള് കൊടുത്തിട്ടില്ലേ? അതുപോലാണെങ്കിൽ 12 രാശിയായിട്ടും ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ദേവതകളെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോന്നിനുമുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട് പഴയ ഗ്രന്ഥങ്ങളിൽ. നമ്മുടെ ശരീരമാകട്ടെ ഈ ലോകത്തുള്ള എന്തായാലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ബ്രഹ്മാവ് ഈ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച വിശ്വകർമാവിന് ഉപദേശിച്ചു കൊടുത്താണ് വാസ്തുശാസ്ത്രം അഥവാ തച്ചുശാസ്ത്രം എന്ന് പറയപ്പെടുന്നത്. ഈ ലോകത്തുള്ള ഓരോ ചെറിയ തുണ്ട് ഭൂമിയിലും ഓരോ മുറിയിലും ഓരോ വീടുകളിലും വാസ്തുപുരുഷൻ ഉണ്ട്. അപ്പോൾ ചോദിക്കും വാസ്തു അനുസരിച്ചല്ലാതെ വീട് പണിയുന്നു ഇല്ലേന്ന്. അങ്ങനെ പണിയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാസ്തു അനുസരിച്ച് പണിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രോഗങ്ങളെ തടുക്കാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. നമുക്ക് മനഃശാന്തി ലഭിക്കും. നമ്മുടെ ഒരു കാറ്റിന്റെ ഗതി അനുസരിച്ച് വടക്ക് കിഴക്ക് നിന്നും വായു ഇങ്ങനെ പ്രവഹിച്ച് അതിങ്ങനെ റൂമുകളിൽ കൂടി പോയി തെക്ക് പടിഞ്ഞാറോട്ട് ആണ് പോകുന്നത്. അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഇങ്ങനെ താഴ്ന്നിരുന്നാൽ കൂടുതൽ നമുക്ക് ഊർജ്ജം നമ്മുടെ വീട്ടിനകത്തോട്ട് വരും. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരുന്നാൽ ആ ഊർജ്ജം ഒരുപാട് നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാനും വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് ദിക്കിൽ ശിരസ്സും തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ കാലുകളും വെച്ച് ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മുടെ വസ്തുവിൽ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്ക് ദിക്കിനെ ഈശാന കോണെന്നും തെക്ക് പടിഞ്ഞാറ് ദിക്കിനെ നിറതി കോണെന്നും തെക്ക് കിഴക്ക് ദിക്കിനെ അഗ്നികോണെന്നും വടക്ക് പടിഞ്ഞാറ് ദിക്കിനെ വായുകോണെന്നും പറയുന്നു.